ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യുന്ന ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നിരാശാജനകമായ ഒരു ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു വ്യക്തതയില്ലാത്ത ഒരു പേപ്പർ എന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും. കാരണം അങ്ങനത്തെ ഒരു സാധനമാണ് പുറത്ത് വിട്ടിരിക്കുന്നത്. ഇത് ഇവർ അനൗൺസ് ചെയ്യുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ തന്നെ ഒരു ന്യൂസിനകത്ത് പിന്നെ നേഴ്സുമാർ, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സിനെ ഒന്നും PR സിസ്റ്റം പ്രശ്നം ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് വന്നപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PR സിസ്റ്റം 10 വർഷമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 10 വർഷമാക്കുമെന്ന് പറഞ്ഞതിനകത്ത് ആരെയാണെന്നുള്ള കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. പോയിന്റ് സിസ്റ്റം ബേസ് ചെയ്ത് രാജ്യത്തിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നവരെയായിരിക്കും PR എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ഇത് ബാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ആരെയാണെന്നോ എന്താണെന്നോ ഒന്നും പറഞ്ഞിട്ടുമില്ല. PR 10 വർഷമാക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവർക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷനാണ്. ഇതിപ്പം ഈ നമ്മളെ ബാധിക്കുന്ന കാര്യമാണോ, അതോ ഇനി നേഴ്സുമാരെ മാത്രമേ ബാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നേഴ്സുമാർക്ക് കൺഫ്യൂഷനാണ് ഇനി ഞങ്ങളെയാണ് ബാധിക്കാതെ ഇവരെയാണ് ബാധിക്കുന്നത്, ഇതൊന്നും അറിയത്തില്ല. അപ്പോൾ അതിനെപ്പറ്റി ഒരു കൂടുതൽ കാര്യങ്ങൾ ഇനി മുൻപോട്ടുള്ള ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്താണെന്നുള്ള കാര്യം കൂടുതൽ കൃത്യമായിട്ടൊരു റീസൺ ഗവൺമെൻറ് ഭാഗത്തുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ മാറ്റാൻ പറ്റുള്ളൂ. ഇതിപ്പം എല്ലാവർക്കും കൺഫ്യൂഷനാണ്. PR 10 വർഷമാക്കുമെന്ന് ചോദിച്ചാൽ 10 വർഷം ആക്കിയിട്ടുണ്ട്. ഇത് ആരെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുമില്ല. ഓക്കെ, പിന്നെ വരുന്ന അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇനി ഡിപ്പെൻഡായിട്ട് നാട്ടിൽ നിന്ന് വരുന്നവർ, അതായത് ഇവിടെ വർക്ക് ചെയ്യുന്നവരെ ഡിപ്പെൻസ് ആയിട്ട് നാട്ടിൽ നിന്ന് വരുന്നവർ 18 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ റിക്വയർമെൻറ്റ്സ് പാസ്സാക്കി കഴിഞ്ഞ ശേഷം മാത്രമേ അവർക്ക് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതായത് 18 വയസ്സിന് മുകളിൽ ഡിപ്പെൻസ് ആയിട്ട് നാട്ടിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി ടെസ്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതും എന്ന് വരാൻ പറ്റും, ഇത് 10 വർഷത്തെ കഴിഞ്ഞിട്ടുള്ളതാണോ അല്ലെങ്കിൽ അതിന് മുന്നേ, ഇതൊന്നും അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു കാര്യമായിട്ട് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇവിടെ ഇല്ലാത്തൊരു നിയമവും സംഭവങ്ങളൊക്കെ ആയിരുന്നു, അത് ഇവരുണ്ടാക്കി, അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വിസയിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും കുറ്റകൃത്യമോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ഇനി പിടിച്ച് ജയിലിടുന്ന പരിപാടിയൊന്നുമില്ല. കാരണം ജയിലില്ലെന്ന് അറിഞ്ഞിരിക്കുകയാണല്ലോ, അതുകൊണ്ട് നേരെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്ത് നാട്ടോട്ട് വിടും എന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അതും അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ കെയർ വിസ ഇനി എടുക്കുന്നില്ല, സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കെയർ വിസ 2028 വരെ സ്റ്റോപ്പ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2028 വരെ ഇനി കെയർ വിസ കൊടുക്കുന്നില്ല. കാരണം ഇവിടെ ഒത്തിരി ആൾക്കാർ ജോലി ഇല്ലാതെ തന്നെ ഇരിക്കുന്നുണ്ട്. അവരെ എംപ്ലോയർ ഇവിടുന്ന് തന്നെ എടുത്തിട്ട് ഒട്ടും തികയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം 2028 വരെ സഹിച്ചിരിക്കുക. അതിനുശേഷം മാത്രമേ പുറത്തു നിന്നുള്ള റിക്രൂട്ട്മെൻറ്റ് കെയർ വിസയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ വഴി പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യക്തതയില്ലാത്തൊരു സംഭവം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഇതിനകത്ത് ലീഗലായിട്ട് വരുന്നവർക്കുള്ള പണി തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇല്ലീഗലായിട്ടവരെ പറ്റി ഒരു കാര്യം അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണല്ലോ ഈ റീഫോം പാർട്ടി ഇവർ ഈ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പുറത്ത് വരുന്ന സാധനം നോക്കിയിരിക്കുകയാണ്. അവർ നോക്കുമ്പോൾ ഇല്ലീഗൽ മൈഗ്രേഷൻ പറ്റി ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും അടുത്ത തവണ ഈ റീഫോം പാർട്ടി ജയിക്കുന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. ഉറപ്പായിട്ടും ഇതിനേക്കാളും കടുത്ത നിയന്ത്രണങ്ങളായിരിക്കും കൊണ്ടുവരാൻ പോകുന്നതിനകത്ത് യാതൊരു സംശയമില്ല. അവർ നോക്കുമ്പോൾ ഇല്ലീഗൽ മൈഗ്രേഷനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ലീഗലായിട്ട് വരുന്നവരുടെ കാര്യങ്ങൾ മാത്രമാണ് മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഈ 2 പാർട്ടി, ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയാണെന്നുണ്ടെങ്കിലും അതുപോലെ ഈ ലേബർ പാർട്ടിയാണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ ലീഗലായിട്ട് വരുന്നവരുടെ കാര്യങ്ങളാണ് കൂടുതൽ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ റീഫോം പാർട്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ലീഗലായിട്ട് വരുന്നവർക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ ഇല്ലീഗലായിട്ട് വരുന്നാൽ മതിയല്ലോ നമുക്കല്ല, അതല്ലേ എളുപ്പമായിട്ടുള്ള കാര്യം. സോ അങ്ങനെ ഒരു കൃത്യതയില്ലാത്ത ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്, എന്ത് ചെയ്യണം, ഇവിടെ നിൽക്കണോ അല്ലെങ്കിൽ പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ആൾക്കാർ വളരെ ഒരു നിരാശാജനകമാണ് ഈ ഒരു വീഡിയോ വന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ. പുറത്ത് ഇതിൻ്റെ ന്യൂസുകൾ വന്നപ്പോൾ എല്ലാവർക്കും തന്നെ നിരാശാജനകമാണ്, കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു റീസൺ, ഒരു കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് വരും കാലങ്ങളിൽ കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം PR ബേസ് ചെയ്തിട്ടുള്ള അതാണ് എല്ലാവരും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു കാര്യം. അതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് മുൻപോട്ട് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഒരു വലിയ മാറ്റമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ PR ഒരു കാര്യത്തിൽ കൃത്യമായിട്ടൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുമില്ല. ഇല്ലീഗലായിട്ട് വരുന്നവരുടെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുമില്ല. ലീഗലായിട്ട് വരുന്നവർക്കെല്ലാം വലിയ അടിയാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പുറത്തുവിട്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഈ വരാൻ പോകുന്ന അപ്ഡേറ്റ് മെയിനായിട്ടുള്ളത് നമ്മളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ആയിരിക്കും എന്നുള്ളത് യാതൊരുവിധ സംശയമില്ല. ഇപ്പോൾ കൺഫ്യൂഷൻ തീർക്കാനുള്ള അപ്ഡേറ്റ് ആയിരിക്കും ഇനി വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വീഡിയോസ് മുഴുവൻ കാണുക. മാക്സിമം നിങ്ങൾ വീഡിയോസ് ഷെയർ ചെയ്യാൻ നോക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ.